സോഷ്യൽ മീഡിയയിൽ തരംഗമായി എയർവിംഗ് NCC കേഡറ്റുകളുടെ അച്ചടക്കവും കൃത്യതയും വിളിച്ചോതുന്ന വീഡിയോ വെറും 2 ദിവസത്തിനുള്ളിൽ 12 കോടിയിലധികം ആളുകളാണ് ഈ ഇൻസ്റ്റഗ്രാം റീൽസ് കണ്ടത്. യൂണിഫോം സർവീസുകളിലും സൈനിക അച്ചടക്ക പരിശീലനങ്ങളിലും കൃത്യനിഷ്ഠയും അച്ചടക്കവും എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. കേഡറ്റുകളുടെ സമാനതകളില്ലാത്ത അച്ചടക്കവും ഒരേ മനസ്സോടെയുള്ള ചുവടുവെപ്പുകളും എത്രമാത്രം പ്രാധാന്യമുള്ളവയാണ് എന്നതിനെപ്പറ്റി സംസാരിക്കുന്നതിനായി നമ്മളോടൊപ്പം ഇപ്പോൾ ഫ്ലൈയിങ് ഓഫീസർ ഡോക്ടർ ആന്റോ എ പോൾ, അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം. അസോസിയേറ്റ് NCC ഓഫീസറാണ്. മാറിവാനിയസ് കോളേജിലെ തിരുവനന്തപുരത്തെ മാറിവാനിയസ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറാണ് അദ്ദേഹം. എങ്ങനെയാണ് ഈ വീഡിയോ ഇത്രയും വൈറലായത്? എന്താണ് ഈ വീഡിയോയ്ക്ക് ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നിർമ്മാണത്തിലേക്ക് എത്താനുള്ള സാഹചര്യം? നമസ്കാരം. വളരെ യാദൃശ്ചികമായിട്ടാണ് ഒരുപക്ഷെ നമ്മൾ ആ വീഡിയോയിൽ എത്തപ്പെട്ടത്. കാരണം നമ്മുടെ NCC എന്ന് പറയുന്നത് ഇന്ത്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും ലാർജസ്റ്റ് യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷനാണ്. അത് ഒരു ട്രൈലാറ്ററൽ സർവീസ് തന്നെയാണ്. നമ്മൾ ആർമി, നേവി, എയർ പോലെ തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1948 സ്ഥാപിച്ച ഒരു ലാർജസ്റ്റ് യൂണിഫോംഡ് യൂത്ത് ഓർഗനൈസേഷനാണ്. അതിനകത്ത് ആർമി, നേവി, എയർഫോഴ്സിന്റെ പോലെ തന്നെ നമ്മുടെ കോളേജിലും ആർമി, നേവി, എയർഫോഴ്സിന്റെ 3 യൂണിറ്റും ഉണ്ട്. അപ്പൊ നമ്മുടെ പുതിയ എല്ലാ വർഷവും 3 വർഷത്തെ 50 പേരുടെ ഒരു ഫ്ലൈറ്റ് ആണ് നമ്മുടെ മാറിവാനിയസ് കോളേജിന് അനുവദിച്ചിരിക്കുന്നത്. അതിന്റെ സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഏകദേശം ഇന്ത്യയിൽ തന്നെ ഏകദേശം 15 ലക്ഷത്തോളം NCC കേഡറ്റ്സ് ഉണ്ട്. കേരളത്തിൽ അത് 1 ലക്ഷത്തോളം NCC കേഡറ്റ്സ് ഉണ്ട്. അത് സ്കൂളുകളിലും കോളേജ് തലത്തിലുമായിട്ട് കുട്ടികളെ എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു ലാർജസ്റ്റ് ഓർഗനൈസേഷൻ ആണ്. അപ്പൊ അതിന് നമ്മുടെ കോളേജിൽ ആർമി, നേവി, എയർ 3 വിങ്ങും ഉണ്ട്. അപ്പോ നമ്മൾ പുതിയ കുട്ടികൾ ഫസ്റ്റ് ഇയറിൽ കോളേജിൽ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ എൻറോൾ ചെയ്യുന്നതിന്റെ ഭാഗമായി എന്റെ സെക്കൻഡ് ഇയർ കേഡറ്റ്സ് അത് ഒരു പ്രൊമോഷണൽ വീഡിയോ എടുക്കാം സാർ, നമുക്ക് നോക്കാം കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞ അവരെടുത്തൊരു വീഡിയോ ആണ്. അത് ഇത്രമാത്രം റീച്ചിൽ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എങ്കിൽ പോലും ദാറ്റ് വാസ് എ മോട്ടീവ് ബിഹൈൻഡ് മേക്കിംഗ് സച്ച് എ വീഡിയോ. ഈ NCCയുടെ പ്രാധാന്യം ഇപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം കുട്ടികളിൽ അത് എത്രത്തോളം ഒരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ്. അതുകൂടാതെ രാജ്യത്തെ മറ്റ് സർവീസുകളിലേക്കുള്ള എല്ലാം കയറുന്നതിനൊക്കെ കാരണമാകുന്നതാണല്ലോ ഈ സുരക്ഷയുമായി ബന്ധപ്പെട്ട്. എത്രത്തോളം പ്രാധാന്യമുണ്ട് അതിന്? തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ വിഭിന്നമായിട്ട് തീർച്ചയായിട്ടും NCCക്ക് ഒരുപാട് പ്രാധാന്യം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുക്കുന്നുണ്ട്. കാരണം വി കോൾ ഇറ്റ് ദ സെക്കൻഡ് ലൈൻ ഓഫ് ഡിഫൻസ്. NCC കുറിച്ച് അറിയുമ്പോൾ പൊതുവെ ഒരു കാക്കി വേഷധാരികളായ കേഡറ്റ്സിനെ ആണ് നമ്മൾക്ക് പൊതുവെ പരിചയം. അപ്പൊ ഞങ്ങള് എയർവിംഗ് എന്ന് പറയുന്നത് ഏകദേശം ഇന്ത്യയിൽ ഏകദേശം 700ഓളം ആർമി യൂണിറ്റ്സ് ഉള്ളപ്പോൾ, നേവിക്ക് 73ഓളം യൂണിറ്റ്സ് ഉള്ളപ്പോൾ എയർ സ്ക്വാഡിന് വെറും 64 സ്ക്വാഡ്രൻസ് മാത്രമാണ് ഇന്ത്യയിലുള്ളത്. അപ്പോ ഈ കുട്ടികളെ പ്രധാനമായിട്ടും 3 വർഷത്തെ കോളേജിൽ ചേർന്ന ഒരു കുട്ടി 3 വർഷത്തെ നിർബന്ധിത ഈ NCC ട്രെയിനിങ്ങിന് വിധേയമായി കഴിഞ്ഞാൽ ദേ വിൽ ഗെറ്റ് എ സർവീസ് സർട്ടിഫിക്കറ്റ് കോൾഡ് B&C. 2ാം വർഷം അവർ B സർട്ടിഫിക്കറ്റ് കിട്ടും, 3ാം വർഷമാണ് അവർ C സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്. അപ്പൊ ഈ എയർ സ്ക്വാഡൻ എങ്ങനെയാണ് മറ്റുള്ള ഇതിൽ നിന്നും യൂണിറ്റിൽ നിന്നും വിഭിന്നമായിരിക്കുന്നത് എന്ന് കാണിക്കാൻ കൂടിയിട്ടാണ്. അതിനകത്ത് ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ എയർ സ്ക്വാഡൻ NCCയിൽ C സർട്ടിഫിക്കറ്റിൽ A ഗ്രേഡ് കിട്ടുന്ന ഒരു കുട്ടി, 3ാം വർഷം അവന്റെ എല്ലാ ട്രെയിനിങ്ങിലും ഭാഗമായി അവന് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് വരുന്ന ഒരു കുട്ടി ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റുമാരുടെ ലൈക്ക് ഫ്ലൈയിങ് നോൺ ഫ്ലൈയിങ് ബ്രാഞ്ചിനകത്ത് കമ്മീഷൻ ഓഫീസറായിട്ട് വിളിക്കുമ്പോൾ പൈലറ്റ്മാരുടെ വേക്കൻസി ഉണ്ടെങ്കിൽ അതിനകത്ത് 5% വേക്കൻസി എന്ന് പറയുന്നത് ഈ NCC എയർ സ്ക്വാഡനിൽ C സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കുട്ടികൾക്ക് മാത്രമായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ റിസർവ് ചെയ്തിരിക്കുന്നതാണ്. അത് ആർമിയിലാണെങ്കിൽ ആർമിയിൽ C സർട്ടിഫിക്കറ്റ് കിട്ടുന്നവർ നേരിട്ട് ലെഫ്റ്റനന്റ് റാങ്കിൽ കമ്മീഷൻഡ് ആകാം, NCC സ്പെഷ്യൽ എൻട്രി എന്ന് പറയും. അതുപോലെ നേവിയിലാണെങ്കിൽ C സർട്ടിഫിക്കറ്റ് നേവൽ വിംഗിൽ കിട്ടുന്നവർക്ക് നേരിട്ട് നേവിയിൽ കമ്മീഷൻഡ് ഓഫീസറായിട്ട് NCC സ്പെഷ്യൽ എൻട്രി മുഖേന കമ്മീഷൻഡ് ഓഫീസറായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനെ ഒരുപാട് സാധ്യതകൾ ഇതുണ്ട്. നമുക്ക് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഒരു യൂണിക്നെസിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എയർ സ്ക്വാഡൻ NCC കേരളത്തിൽ വളരെ ചുരുക്കം കോളേജുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ വൺ ഓഫ് ദി സീനിയർ ഇതിന്റെ 2 തലത്തിലുള്ള എൻറോൾമെന്റ് ഉണ്ട്. ജൂനിയർ ഡിവിഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ ട്രെയിനിങ് ആണ്. സീനിയർ ഡിവിഷൻ എന്ന് പറയുന്നത് കോളേജുകളിലെ 3 വർഷത്തെ ട്രെയിനിങ് ആണ്. ഈ കോളേജുകളിലെ സീനിയർ വിങ്ങിന്റെ 3 വർഷത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് എയർ സ്ക്വാഡന്റെ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് എപ്പോഴും ഇന്ത്യൻ എയർഫോഴ്സിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ വരുന്ന ഒരു പൈലറ്റ് ആയിരിക്കും. അപ്പോൾ എന്റെ കമാൻഡിംഗ് ഓഫീസർ അറ്റ് പ്രസന്റ് 1 കേരള എയർ സ്ക്വാഡൻ, 3 കേരള എയർ സ്ക്വാഡൻ എന്ന രീതിയിൽ 2 സ്ക്വാഡനാണ് കേരളത്തിലുള്ളത്. അപ്പൊ അതിനകത്ത് 1 കേരള എയർ സ്ക്വാഡൻ ട്രിവാൻഡ്രം കൊച്ചുവേളിയിൽ ബേസ് ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ കമാൻഡിംഗ് ഓഫീസർ എന്ന് പറയുന്നത് ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു പൈലറ്റാണ്, ഗോപി കൃഷ്ണ സാർ. അപ്പോ അദ്ദേഹമാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എയർ സ്ക്വാഡൻ NCCയിൽ പങ്കെടുക്കുന്ന NCCയിൽ എൻറോൾ ചെയ്യുന്ന എല്ലാ കുട്ടികളും നിർബന്ധിതമായിട്ടും ദേ വിൽ ഫ്ലൈ എ മിനിമം ഓഫ് 1 or 2 sorties. വി കോൾ ഇറ്റ് sorties. ടേക്ക് ഓഫ് ചെയ്ത് നമ്മുടെ
വിമാനം നമ്മുടെ സിഒന്റെ ഒപ്പം കോപ്പൈലറ്റ് ചെയ്തിട്ട് ദേ വിൽ ഹാവ് ടു ഫ്ലൈ. ബി സർട്ടിഫിക്കറ്റ് പരീക്ഷ ഓൾ ഇന്ത്യ തലത്തിലുള്ള ഒരു പരീക്ഷയാണ്. അത് എഴുതുന്നതിന് മുൻപായിട്ട് കമാൻഡിംഗ് ഓഫീസറൊപ്പം നിർബന്ധമായി ഒരു പ്രാവശ്യം അല്ലെങ്കിൽ 2 പ്രാവശ്യമെങ്കിലും ഈ നമ്മുടെ കൊച്ചൊരു എയർക്രാഫ്റ്റ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് വൈറസ് 80, 2-സീറ്റർ എയർക്രാഫ്റ്റ് ആണ്. അത് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായ സാറിനൊപ്പം കോ പൈലറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇവർക്ക് ബി സർട്ടിഫിക്കറ്റോ സി സർട്ടിഫിക്കറ്റോ എഴുതാനൊരു സാധ്യതയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് ആണ്. ആർമിക്കാണെങ്കിൽ അവരുടേതായ ട്രെയിനിങ് ഉണ്ട്, നേവിക്കാണെങ്കിൽ നമ്മുടെ ട്രെയിനിങ് ഉണ്ട്. അപ്പോ ഇതിന്റെ ഭാഗമായി കുട്ടികളിലേക്ക് എങ്ങനെ അച്ചടക്കം കൊണ്ടുവരാം, അല്ലെങ്കിൽ NCC എന്ന് പറയുന്നത് എങ്ങനെയാണ്, വാട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് ഇസ് ദ ഒബീഡിയൻസ് ടു ദ കമാൻഡർ. അപ്പൊ അതിന്റെ ഭാഗമായി ചെയ്തൊരു വീഡിയോ ആണ്. ഇത്രയധികം റീച്ച് ഉണ്ടാകുന്ന കുട്ടികൾ പോലും ഒരിക്കലും വിചാരിച്ചില്ല. കാരണം അവർ അതിനകത്തുള്ള പങ്കെടുക്കുന്നത് കൂടുതലും സെക്കൻഡ് ഇയറിലെ കേഡറ്റ്സ് ആണ്. സെക്കൻഡ് ഇയർ ബി സർട്ടിഫിക്കറ്റ് എഴുതാൻ പോകുന്ന കേഡറ്റ്സ് ആണ്. അപ്പോൾ മുൻ വർഷങ്ങളിൽ നിന്ന് വിഭിന്നമായി NCCക്ക് ഒരുപാട് കുട്ടികൾ താല്പര്യപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ NCCയുടെ ഈ വീഡിയോയുടെ പിന്നിലുള്ള ഒരു മോട്ടീവ് എന്ന് പറയുന്നത് ആർമി വിങ് NCCയെ കുറിച്ച് എല്ലാവർക്കും അറിയാം. അപ്പൊ എയർ വിങ് എന്ന് പറയുന്നത് ഞങ്ങൾ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. കേരളത്തിൽ തന്നെ 6-7 കോളേജുകൾ മാത്രം സീനിയർ ഡിവിഷനുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പൊ അതിനകത്ത് ഒരു കുറച്ച് റീച്ചും കൂടി കിട്ടണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്തത്. NCCക്ക് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ NCC സ്പെഷ്യൽ എൻട്രി സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ട്രൈലാറ്ററൽ സർവീസിനകത്ത് NCC സി സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സിന് ദേ വിൽ ഹാവ് ടു, ഉദാഹരണത്തിന് സ്പെഷ്യൽ എൻട്രിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ എയർഫോഴ്സിൽ ഒരാൾ പൈലറ്റ് ആകണമെങ്കിൽ അതിനകത്ത് അവരെഴുതേണ്ട ഒരു പരീക്ഷ AFCAT എന്ന് പറയും, എയർഫോഴ്സ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് എഴുതി കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പറ്റൂ. അതേസമയം NCC സ്പെഷ്യൽ എൻട്രി ആണെങ്കിൽ ഈ NCCയുടെ 3 വർഷത്തെ ട്രെയിനിങ്ങിന്റെ ഭാഗമായി അവർക്ക് ലഭിക്കുന്ന സി സർട്ടിഫിക്കറ്റിലൂടെ ഈ എഴുത്ത് പരീക്ഷ കൂടാതെ നേരിട്ട് ഇന്ത്യൻ എയർഫോഴ്സിന്റെ പൈലറ്റിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കാനായിട്ട് അവർക്ക് സാധിക്കും. അതിന് NCC സ്പെഷ്യൽ എൻട്രി എന്നാണ് പറയുന്നത്. അപ്പൊ അത്രയ്ക്കധികം സാധ്യതകൾ NCCയുടെ സീനിയർ ഡിവിഷനിലേക്ക് വരുമ്പോൾ ഉണ്ട്. വെൻ ഇറ്റ് കംസ് ടു സീനിയർ ഡിവിഷൻ ഇറ്റ്സ് എൻ എൻറ്റയർലി ഡിഫറെന്റ് ബോൾ ഗെയിം. അങ്ങനെ സാധ്യതകളാണ് നമുക്ക് ഉള്ളത്. ആർമിയിലേക്കുള്ള പങ്കാളിത്തം എത്രത്തോളം ആണ് ഈ മേഖലയിലുള്ള കുട്ടികളിൽ നിന്നുണ്ടാകുന്നത്? തീർച്ചയായിട്ടും ഒരു പങ്കാളിത്തം എന്ന് പറയുമ്പോൾ മുൻ വർഷങ്ങളിൽ എന്റെ കോളേജിൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സീനിയർ ഡിവിഷനിലുള്ള എന്റെ കുട്ടികളിൽ ഇപ്പോൾ 2023 പാസ് ഔട്ടായ കുട്ടികൾ ഇപ്പൊ 2 പേര് ദേ ഹാവ് ബിക്കം കമ്മീഷൻഡ് ഓഫീസേഴ്സ്. അവരിപ്പോ ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിൽ സെർവ് ചെയ്യാണ്. NCC എയർ വിംഗിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ദേ കൻ അപ്ലൈ ബോത്ത് ഫോർ ആർമി ആൻഡ് നേവി. അപ്പൊ കുട്ടികൾക്ക് പൊതുവെ ഇതുപോലെ യൂണിഫോം ഉള്ള ഒരു റെജിമെന്റൽ ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഒരു കമ്മീഷൻഡ് ഓഫീസർ ആവാനുള്ള സാധ്യതയുണ്ട്. ഒരുപാട് കുട്ടികൾ ഈ ആർമി ഓഫീസർ റാങ്കിലും മറ്റും ഉന്നത റാങ്കുകളിൽ സെർവ് ചെയ്യുന്ന NCC കേഡറ്റ്സ് ഉണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ ഞങ്ങളുടെ NCC ഗ്രൂപ്പ് ട്രിവാൻഡ്രം ഓർഗനൈസ്ഡ് അലുമിനി മീറ്റ് ഇൻ വിച്ച് വി ഹാഡ് officers from Indian Air Force, we had officers from IRS, IAS, many people even from jail service GDP പോലും ഒരു മുൻ NCC കേഡറ്റ് ആണ്. അപ്പോ അത്തരത്തിലുള്ള ഒരു സാധ്യത നമ്മുടെ മുൻപിൽ NCCയിലൂടെ ഉണ്ട്. ഗ്രേസ് മാർക്കിന് മാത്രമല്ല, കുട്ടികൾക്ക് ഒരു ഇന്ത്യയുടെ വളർച്ചയിലേക്ക് ഉതകുന്ന തരത്തിലുള്ള സെക്കൻഡ് ലൈൻ ഡിഫൻസ് ആയിട്ട് തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ NCC പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണത്. മറ്റൊന്ന്, ഏറ്റവും അവസാനമായി കുട്ടികൾക്കുള്ള ഇതിനെക്കുറിച്ച് ഒരു മാർഗനിർദ്ദേശം എന്താണ് കൊടുക്കാൻ കഴിയുക? വെൻ ഇറ്റ് കംസ് ടു NCC is a way of life. അതിനകത്ത് നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, വൺസ് എ കേഡറ്റ് ഓൾവേസ് എ കേഡറ്റ്. അവർ ഈ 3 വർഷത്തെ പരിശീലനത്തിലൂടെ ഇൻകൾക്കേറ്റ് ചെയ്യുന്ന ഡിസിപ്ലിൻ, അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ്, അതൊക്കെ 3 വർഷത്തെ ട്രെയിനിങ്ങിലൂടെയും ആനുവൽ ട്രെയിനിങ് ക്യാമ്പിലൂടെയും റിപ്പബ്ലിക് ഡേ പരേഡുകളിലൂടെയും ഈവൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ സെൻഡിങ് കേഡറ്റ്സ് ഫോർ ദ YEP യൂത്ത് എക്സ്ചേഞ്ച് പ്രോഗ്രാം. എന്റെ കോളേജിൽ നിന്ന് തന്നെ കഴിഞ്ഞ വർഷം ഒരു കുട്ടിക്ക് ഓൾ ഇന്ത്യയിൽ സിൽവർ മെഡലുണ്ട്. അപ്പോ അവരിൽ ഈ 3 വർഷത്തെ ട്രെയിനിങ്ങിലൂടെ കിട്ടുന്ന ഒരു ഡിസിപ്ലിൻഡ് വേ ഓഫ് ലൈഫ്, that's something different from that you get from other kind of organizations. That is the uniqueness about NCC. That would mold them to be a better confident citizen, responsible citizens of India. That's what matters the most, I think.